അച്ചീവ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ഡോൾ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഡോൾ ചെയ്യാൻ പോകുന്നത് ഫോം ക്ലേ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്നോട് കുറേ നാളായിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഫോം ക്ലേ കൊണ്ടിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഡോൾസൊക്കെ ഫോം ക്ലേ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കുറച്ച് പേരെങ്കിലും. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോം ക്ലേ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു ക്ലേ ട്രൈ ചെയ്യാതെ എങ്ങനെയാണ് അതിനെപ്പറ്റി അഭിപ്രായം പറയുക, നന്നായിരിക്കുമോ മോശമായിരിക്കുമോ എന്നൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ വെറുതെ ജഡ്ജ് ചെയ്യണതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഫോം ക്ലേ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ഫോം ക്ലേ വാങ്ങിച്ച് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തു. അപ്പോൾ ഇന്നാണ് ഞാനതൊരു ട്യൂട്ടോറിയലായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഷോർട്ട് വീഡിയോയിൽ കുറച്ച് ഫിഗറിൻസും ഡോൾസും ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. എക്സ്പെരിമെൻറ്റ് ചെയ്തതെന്ന് എൻ്റെ എക്സ്പീരിയൻസും അതുപോലെ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പറയാം കേട്ടോ. ഇന്ന് ഞാൻ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്ത ഡോളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഷൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടീസ് എന്തെങ്കിലുമൊക്കെ എന്തൊക്കെ പ്രോസസ്സാണ് ഞാൻ ചെയ്തത് അതൊക്കെ നിങ്ങൾക്ക് അതിൽ മനസ്സിലാവുകയും ചെയ്യും കേട്ടോ. പിന്നെ ചെറിയൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് നമ്മളെ പോലെയുള്ള ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു എഫർട്ടൊക്കെ ചെയ്യുന്നുണ്ട്, ഈ കുട്ടി കുറച്ച് എഫർട്ട് ചെയ്തിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പക്ഷേ പലപ്പോഴും ആൾക്കാർ ഒരു ലൈക്ക് പോലും തരാൻ മടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കൊക്കെ തന്ന് സഹായിക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനിയും വീഡിയോസ് കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ ഇതാണ് നമ്മുടെ ഫോം ക്ലേ. ഫോം ക്ലേ എന്ന് പറയും, ചിലരതിനെ സൂപ്പർ ലൈറ്റ് വെയ്റ്റ് ക്ലേ എന്ന് പറയും. കാരണം അതിൻ്റെ പേര് വരാൻ കാരണം എന്താ വെച്ചാൽ ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ നമ്മളിവിടെ ഡോളാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതുകൊണ്ട് ഒന്നിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു സ്കിൻ കളർ മാത്രമായിട്ട് ഉപയോഗിക്കാം. ഞാൻ ഫസ്റ്റേ ഇത് ഡോറയുടെ ഫിഗറിൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. സോ ഡോറ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഒരു ലാറ്റിന ഗേളാണ്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു എത്നിക് സ്കിൻ ടോൺ കുറച്ചും കൂടെ നമുക്ക് ഡാർക്ക് ടോണായിട്ട് വരും. സോ അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഈ ഒരു ഫ്ലഷ് ടിൻറ്റിൻ്റെ കൂടെ കുറച്ച് ബ്രൗണും കൂടെ മിക്സ് ചെയ്തു. ഇനി അല്ല, നിങ്ങൾക്ക് ഏത് സ്കിൻ ടോൺ ആണെങ്കിലും ഇതിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു ഫ്ലഷ് ടിൻറ്റിൻ്റെ ആ ടോണ് ഭയങ്കര ബ്രൈറ്റാണ്. അത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്കിൻ ടോണായിട്ട് നമുക്ക് തോന്നില്ല. പിന്നെ ഒരു കാർട്ടൂണിഷായിട്ടൊക്കെ ഞാനിപ്പോൾ ഷോർട്ട് വീഡിയോയിൽ ചെയ്ത ആ ഒരു ഡോൾ പോലെയൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷെ അത് ഭയങ്കര അൺനാച്ചുറലായിട്ടിരിക്കും. സോ അതുകൊണ്ട് ഞാൻ ഈ ഫ്ലഷിൻ്റെ ആ ഒരു കളറിൻ്റെ കൂടെ കുറച്ച് ബ്രൗണും കൂടെ മിക്സ് ചെയ്തു. അതിപ്പോൾ നിങ്ങൾക്ക് ഏത് റോൾ ചെയ്യുകയാണെങ്കിലും അങ്ങനെ ചെയ്യാം. കുറച്ചും കൂടെ ഡാർക്കർ ആയിട്ടുള്ള സ്കിൻ ടോണാണ് വേണമെങ്കിൽ കൂടുതൽ ബ്രൗൺ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഫോം ക്ലേയുടെ പല കളർ ക്ലേസും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കിയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വേറെ കളറൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഈ ഒരു ഡോളിൻ്റെ ഫേസ് ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്, എന്നിട്ടാണ് ബോഡി ചെയ്യുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. ക്ലേ നമുക്ക് കിട്ടുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ്. സോ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഫേസ് ഇത്ര എടുത്താലും അതിനനുസരിച്ചിട്ട് ബോഡി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബോഡി ആദ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേസിന് കുറച്ചും കൂടെ ക്ലേ ആവശ്യം വന്നാലോ എന്നൊക്കെ പേടിച്ചിട്ട് ഞാനിങ്ങനെ ഫേസ് ആദ്യമേ ചെയ്ത് വെച്ചു. എന്നിട്ട് അതിന് പ്രൊപ്പോർഷണലായിട്ടാണ് ബോഡി ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഡോറയാണല്ലോ ഉണ്ടാക്കാൻ ആദ്യം തീരുമാനിച്ചത്, പിന്നെ എന്താ ഇതിങ്ങനെ മാറ്റിയിട്ട് ഇപ്പോൾ അത് വേറൊരു കുട്ടിയാണല്ലോ എന്ന്. ശരിയാണ്, ഞാൻ ആദ്യമേ ഡോറയാണ് പ്ലാൻ ചെയ്തത്. കാരണം ഞാൻ അന്ന് ഡോറയുടെ ഫിഗറിങ് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ഇത് ചെയ്തു തുടങ്ങിയതാണ്. ഈ ക്ലേ അപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടണേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു തുടങ്ങി. പക്ഷേ എനിക്ക് കുറച്ച് എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ ഇത്തിരി കുറവാണെന്ന് കണ്ടപ്പോൾ ഞാൻ ആ ഒരു എക്സ്പെരിമെൻ്റ് ആണല്ലോ, അപ്പോൾ ഞാനൊരു ഫിഗറിൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റി, ഞാനൊരു ഫിഗറിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഫിഗറിൻ ചെയ്യണമെങ്കിൽ എൻ്റെ മൈൻഡ് പിന്നെയും സെറ്റാകാൻ കുറേ സമയം എടുക്കും. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യമേ ഈ ഒരു ക്യാരക്ടർ ഒന്നും ചെയ്യേണ്ട, വെറുതെ ഒരു ഡോൾ ചെയ്ത് നോക്കാം, അപ്പോൾ പിന്നെ അത് പാളിപ്പോയാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിത് വേറൊരു കുട്ടിയാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതൊരു ഫോം ക്ലേ എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് തന്നെ കാലിനും അതുപോലെ കൈകൾക്കൊന്നും വലിയ ഡീറ്റെയിലിംഗ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. കാലിൽ പ്രത്യേകിച്ച് ഞാൻ ഷൂ ആണ് ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഷേപ്പെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതലായിട്ടും അതിൻ്റെ ഫിംഗേഴ്സ് അങ്ങനെയൊന്നും കട്ട് ചെയ്യാനൊന്നും പോയില്ല, കാരണം ഷൂ ആണല്ലോ ഉണ്ടാക്കുന്നത്. പിന്നെ ആ ഒരു നിങ്ങൾ കണ്ടല്ലോ ആ ഒരു അപ്പർ ബോഡിയുടെ ആ ഒരു പോർഷൻ, ഒരു ബെല്ലി പോർഷൻ ഞാൻ ഫുള്ളും ആദ്യം അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്കാണ് ക്ലേ ആഡ് ചെയ്തത്. കാരണം എനിക്കറിയില്ലല്ലോ, ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ക്ലേയുടെ സ്ട്രെങ്ത് എങ്ങനെയാണ് ഷേപ്പ് ഹോൾഡ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല.
സോ അതുകൊണ്ട് ഒരു എക്സ്ട്രാ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം ഞാനിങ്ങനെ അലുമിനിയം ഫോയിലും അടക്കിയിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ക്ലേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ക്ലേയുടെ ക്വാണ്ടിറ്റിയും കുറവാണല്ലോ. ഇനിയിപ്പോൾ നമുക്ക് കൈകളും കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു ക്ലേ നമ്മുടെ കോൾഡ് പോർസിലിൻ പോലെയൊന്നും അല്ല കേട്ടോ. നമുക്ക് വെള്ളം കൊണ്ട് കുറച്ചൊക്കെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും ക്ലേ പീസസ് തമ്മിൽ സ്മൂത്ത് ആക്കാൻ വേണ്ടി, പക്ഷേ അത്രയ്ക്കൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്രയ്ക്ക് ഫൈനായിട്ടുള്ളൊരു ടെക്സ്ചറായിട്ടൊക്കെ നമ്മൾ ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് വർക്ക് ചെയ്യുമ്പം ബുദ്ധിമുട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള വർക്കൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും, പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇതുപോലെ ഡോൾസിൻ്റെ ഫിഗറീൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും. നമുക്ക് മറ്റ് ക്ലേസ് യൂസ് ചെയ്ത് ശീലിച്ചവരാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് പ്രയാസം ഉണ്ടാക്കും. ഇനിയിപ്പോൾ നമുക്ക് ഫേസും ബോഡിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതിനങ്ങനെ ഡ്രൈയിങ് ടൈമൊന്നുമില്ല, കുറച്ച് മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇനി ഡ്രസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്തവണ നമ്മളൊരു ജീൻസും ഒരു ക്രോപ്പ് ടോപ്പുമാണ് ഡോളിന് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതൊരു ചെറിയ കുട്ടിയാണ്, ഒരു വലിയൊരു ലേഡി അല്ല. സോ ചെറിയൊരു കുട്ടിയാണ്. സോ ആ ഒരു കളർ കോമ്പിനേഷൻ സ്റ്റൈലൊക്കെയാണ് ഞാൻ കൊടുക്കാൻ നോക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ബോഡി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഡ്രസ്സ് ആഡ് ചെയ്യാൻ പോകാവുള്ളൂ. എപ്പോഴും നല്ലത് നമ്മൾ പതുക്കെ പതുക്കെ ഓരോ പാർട്സ് ഉണങ്ങിയതിന് ശേഷം അറ്റാച്ച് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഓരോ ഷേപ്പും ഹോൾഡ് ചെയ്തിട്ട് അതിനൊരു ഫിനിഷിങ് ടച്ച് കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പലതിൻ്റെ ഷേപ്പ് മാറാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് നല്ല ക്ഷമ ആവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഏതൊരു ക്ലേ വർക്ക് ചെയ്താലും ക്ഷമ ആവശ്യമാണ്. ഓരോ പാർട്സ് ഉണങ്ങിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടൈം പോകും, ശരിയാണ്. പക്ഷേ ഉണ്ടാക്കുന്ന സാധനം അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ പിന്നെ ചെയ്തിട്ട് അത് പിന്നെ ഫെയിലിയറായി നമ്മളത് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മാക്സിമം എഫർട്ട് എടുക്കുന്നതല്ലേ. സോ ഓരോ വർക്കും നമുക്കതങ്ങനെ വേസ്റ്റ് ആക്കിയിട്ട് ക്ലേ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ ഒരു സാധനം ചെയ്തിട്ട് അത് ഇല്ലാതായി പോകേണ്ട കാര്യമില്ല. നമ്മൾ കുറച്ചും കൂടെ ടൈം എടുത്തിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വർക്കും നമുക്ക് നന്നായിട്ട് എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾക്ക് ക്രോപ്പ് ടോപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ബലൂൺ സ്ലീവ് ഉള്ള ഒരു ക്രോപ്പ് ടോപ്പാണ് ചെയ്യുന്നത്. അതും നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ചെയ്യുന്നത്. ഈ ഫോം ക്ലേയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ കിട്ടുന്ന കളേഴ്സ് എല്ലാം തന്നെ ഭയങ്കര വൈബ്രൻറ്റും ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു ഡോളിൻ്റെ ലുക്ക് അത്രയ്ക്കും കിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ കളർ മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഡോളിന് ഒരു മാലയും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു ചോക്കർ പോലെ ഒരു പേളിൻ്റെ ഒരു മാലയും കൂടെ വെച്ച് കൊടുക്കാം. അതെനിക്ക് തോന്നി കുറച്ചുകൂടെ ക്യൂട്ടാണ്. അത് മാത്രമല്ല, ഞാൻ ആ ഒരു ബ്ലൂ ജീൻസ് ചെയ്ത സമയത്ത് അതിൻ്റെ കുറച്ച് ഭാഗം എൻ്റെ കഴുത്തിൻ്റെ അവിടെ ആയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ കുറച്ചൊന്ന് കവർ ചെയ്യണമായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ അവിടെ ആ ഒരു വലിയ ബീഡ്സൊക്കെ വെച്ചിട്ട് മാല ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു വൈറ്റ് ഷൂവും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷൂ ചെയ്യാനായിട്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാലിൻ്റെ അവിടെ കൂടുതലായിട്ട് ബലം പ്രയോഗിക്കുമ്പോഴത്തേക്കും അതിങ്ങനെ വളയുന്നുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ അത് ചെയ്യുന്ന സമയത്ത് ആ കാലിൻ്റെ അവിടുത്തെ ഭാഗം പൊട്ടി വന്നതാണ്. ഞാൻ പിന്നെ അത് ഒട്ടിച്ചു കൊടുത്തു. അതാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഉള്ള ഗുണവും ദോഷവുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു വീഡിയോ ചെയ്യണം എന്ന്. ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനത് ഉടനെ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പല വർക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ക്ലേ വെച്ചിട്ട്. എന്നിട്ട് ഞാൻ വിശദമായിട്ട് പറയാം കേട്ടോ. ഇനി നമുക്ക് ഫേസ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ക്ലേ വെച്ചിട്ട് തന്നെ കണ്ണും അതുപോലെ പിരികമൊക്കെ സെറ്റ് ചെയ്യാം, ബ്ലാക്ക് കളറും വൈറ്റ് കളറും ഒക്കെ വെച്ചിട്ട്. പക്ഷേ ഞാനിവിടെ അതിനൊന്നും പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അതൊന്ന് കോൾഡ് പോർസിലിൻ പോലെ അവിടുന്ന് വേറിട്ട് നമുക്ക് കഴുകിയൊന്നും എടുക്കാൻ പറ്റില്ല. അത് അവിടെ തന്നെ കിടക്കും. പിന്നെ അത് അത്രയും വേസ്റ്റ് ആവും. എനിക്കിങ്ങനെ എന്ത് സാധനമാണെങ്കിലും വാങ്ങിച്ചിട്ട് ഇതുപോലെ ക്ലേ ഒന്നും വേസ്റ്റ് ആക്കണം ഒട്ടും ഇഷ്ടമുള്ള കാര്യമില്ല. എന്നിട്ടും ഈ ക്ലേ ഉണങ്ങിയൊക്കെ കുറച്ച് വേസ്റ്റായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ മാക്സിമം യൂസ് ചെയ്യാറുണ്ട് ഒരു സാധനം. സോ ആ രീതിക്ക് ഇനി നമുക്ക് ആ ഒരു ജീൻസിൻ്റെ ഭാഗത്ത് കുറച്ച് ക്യൂട്ടായിട്ട് ഒരു ഹാർട്ട് പോലെയൊക്കെ വരച്ച് കൊടുക്കാം കേട്ടോ, കുറച്ച് ഡിസൈനൊക്കെ കൊടുത്തിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തലയൊന്ന് ഇങ്ങനെ ഒരു കമ്പി വെച്ചിട്ട് ഉറപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഹെയർ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ബ്ലാക്ക് കളറിലുള്ള ക്ലേ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഡാർക്കല്ല. സോ അതുകൊണ്ട് അതൊരു വലിയൊരു നാച്ചുറലായിട്ട് തോന്നില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ കോൾഡ് പോർസിലിനും പേപ്പർ ക്ലേ ഒക്കെ യൂസ് ചെയ്ത് ശീലിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് കളറ് പോരാ എന്നുള്ളൊരു തോന്നലുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാവുമായിരിക്കും. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ എനിക്കിതിൻ്റെ കളേഴ്സ് അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര ബ്രൈറ്റായിട്ട് തോന്നും. ഒത്തിരി നാച്ചുറലായിട്ടുള്ള എഫക്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നാറുണ്ട്. അത് മേ ബി എൻ്റെ ഒരു ഒപ്പീനിയൻ ആയിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യണം എന്നില്ല.
പിന്നെ ഈ ക്ലേ എന്ന് പറയുന്നതേ ഭയങ്കര കോസ്റ്റ്ലി ഒന്നുമല്ല, ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു പല കടകളിലും ഇപ്പം അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഇത് കിഡ്സിനൊക്കെ, ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ക്ലേ മോഡലിംഗ് ഒക്കെ ചെയ്ത് പഠിക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ ടോക്സിക് ആണെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് പല ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്സിലും അവൈലബിൾ ആണ്. ഞാൻ പലയിടത്തു നിന്നായിട്ടാണ് ഇത് വാങ്ങിയത്. ഒരു 200 രൂപ താഴെ ആ ഒരു റേഞ്ചിലൊക്കെ എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ ലിങ്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കൊടുത്തേക്ക്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ ഇത് ഒരുപാട് പേര് ഇപ്പോഴും വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന കാര്യമാണ്. ഇനി ആർക്കെങ്കിലും ഇതിന് ആവശ്യക്കാരുണ്ട്, അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡോളിക്കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുട്ടി ഡോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നെങ്കിലും എനിക്കിതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ കമൻറ്റിൽ പറയാം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, താങ്ക് യു ഫോർ വാച്ചിങ്. Cheers!